മലയാളത്തിന്റെ പ്രിയ നടൻ സലിംകുമാറിന് നാടിന്റെ കണ്ണീർ പ്രണാമം. പറവൂർ ടൗൺ ഹാളിൽ ആയിരങ്ങളാണ് പ്രിയ കലാകാരനെ അവസാനം നോക്ക് കാണാൻ എത്തിയത്. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും സിനിമാസ്വാദകരുമെല്ലാം ഒഴുകിയെത്തി. 2 മണിയോടെ കൂടിയാണ് മൃതദേഹം ടൗൺ ഹാളിൽ നിന്നും പുറത്തേക്കെടുത്തത്. മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു 3:30-ന്. സലിംകുമാറിന്റെ ചിറ്റാറ്റുകരയിലെ വീട്ടിൽ നിന്നും അമല സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. അമലെ, നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രകാരം 3:30-നാണ് മൃതദേഹം സംസ്കാരം നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരുക്കങ്ങൾ? വിശദാംശങ്ങൾ. ഇപ്പോൾ ഏതായാലും സലീംകുമാറിന്റെ മൃതദേഹവുമായിട്ട് വാഹനവ്യൂഹങ്ങൾ ഈ വീട്ടിലെത്തുകയും ഇപ്പോൾ വീടിനകത്തേക്ക് അദ്ദേഹത്തെ ഒരു അന്ത്യവിശ്രമത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഒരിക്കൽ കൂടി ആ വീടിനുള്ളിലേക്ക് അദ്ദേഹവുമായിട്ട് ബന്ധുക്കളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം ആ വീടിനകത്തേക്ക് അദ്ദേഹവുമായി പോയിരിക്കുകയാണ്. അതിനുശേഷം വീടിന്റെ മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രകാരമുള്ള ആ ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയം കിടത്തിയതിനു ശേഷം അവസാനമായിട്ട് ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം അടുപ്പമുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ പ്രദേശത്തുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും ആത്മബന്ധമുള്ള കൂട്ടുകാർക്കും ഒക്കെ ഒരവസരം കൂടി ഒരുക്കും. അതിനുശേഷമായിരിക്കും തൊട്ടടുത്തുള്ള ഇപ്പോൾ നമുക്ക് ഈ ഫ്രെയിമിൽ കാണാവുന്ന ആ ഒരു ചിതയിലേക്ക് അദ്ദേഹത്തിന് അന്ത്യവിശ്രമത്തിന് വേണ്ടിയിട്ട് ആ മൃതദേഹവുമായിട്ട് വരിക. ഏതായാലും ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ചിരി സാമ്രാട്ടിന് നാട് വിയോഗം രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴയുണ്ട്, ഇടവിട്ട് പെയ്യുന്ന മഴയാണ്. ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ പറവൂരിനെ അങ്ങേയറ്റം നെഞ്ചേറ്റിയ ഒരു കലാകാരന് വിട പറയുവാൻ വേണ്ടി നാട് ഇന്ന് രാവിലെ മുതൽ പറവൂരിലെ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ സമയം 2:30-ക്ക് അടുത്ത് എത്താറായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവുമായിട്ട് വാഹനവ്യൂഹങ്ങൾക്ക് ഇവിടേക്ക് എത്തുവാൻ പോലും സാധിച്ചത്. ഇത്രയും നേരം വലിയ ക്യൂ ആയിരുന്നു ടൗൺ ഹാളിന് ചുറ്റിനും ഉണ്ടായിരുന്നത്. നമ്മളെല്ലാം അത് കണ്ടതുമാണ്. ഇപ്പോൾ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിനെ എന്നും ചേർത്ത് പിടിച്ചതെന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പറവൂരുകാരെ സംബന്ധിച്ചിടത്തോളം സലീംകുമാർ എന്ന് വെച്ചാൽ വെറും ഒരു കലാകാരനായിരുന്നില്ല. എപ്പോഴും തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത, അത് രാഷ്ട്രീയമാകട്ടെ, കലയാകട്ടെ, സാംസ്കാരിക രംഗമാകട്ടെ, താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള വ്യക്തിമുദ്രത പതിപ്പിച്ച, തന്റെ കലയോടുള്ള തന്റെ പ്രതിബദ്ധത ആരുടെ മുന്നിലും നടുവ് നിവർത്തി പറയാൻ എപ്പോഴും ധൈര്യം കാണിച്ച ഒരു കലാകാരനായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പലപ്പോഴും നമ്മുടെ സിസ്റ്റവുമായി, അല്ലെങ്കിൽ കലാസാംസ്കാരിക രംഗവുമായിട്ട്, ഗവൺമെന്റുമായിട്ട് ഒക്കെ കലഹിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോഴും പറവൂരിനെ സംബന്ധിച്ചിടത്തോളം പറവൂരിന്റെ മണ്ണിൽ നിന്ന് വളർന്നു വന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ നാടിനെ എന്നും ചേർത്ത് പിടിച്ച, പ്രത്യേകിച്ചും ഇപ്പോഴും നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെ പറവൂരുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് എൻ പറവൂർ എൻ നാട് എന്ന പേരിൽ സലീംകുമാർ അതിന്റെ പിന്നണിയിൽ നിന്ന് ആ ഒരു പാട്ട് രംഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ പറവൂരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രഗത്ഭരുടെ എല്ലാം പേരുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു അത്. അപ്പോൾ ഇന്ന് രാവിലെ എല്ലാം ആ പാട്ട് ഈണത്തിൽ ചൊല്ലുന്നവരെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ പറവൂരിന്റെ ചരിത്രവുമായിട്ട്, ആ പറവൂർ എന്ന നാടിന്റെ ഉദയവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന, നാട് വിട്ടു പോകാൻ കഴിയാതെ തന്റെ വേരിൽ ഉറച്ചു നിന്ന ഒരു കലാകാരനായിരുന്നു സലീംകുമാർ. ഒരേ സമയം ഹാസ്യവേഷങ്ങൾ എന്നതോടൊപ്പം തന്നെ തനിക്ക് ഇണങ്ങുന്ന ഗൗരവ
വ്യത്യസ്തവുമായിട്ടുള്ള വേഷങ്ങളിലേക്ക് പകർന്നാടുവാനും സലീം കുമാറിന് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഈ ചിറ്റേത്തുകരയിലെ ഈ വീടിന്റെ പേര് തന്നെ അദ്ദേഹം എത്രമാത്രം ജീവിതത്തെ സരളവും ലളിതവുമായി കണ്ടിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ലാഫിംഗ് വില്ല എന്ന് പറയുന്നത്. ഈ വീടിന്റെ പരിസരം പോലും അദ്ദേഹം വിഭാവനം ചെയ്തത് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന, ഒരു നോട്ടത്തിൽ ആരുടെയും മുഖത്തൊരു ചിരി വരുന്ന പലതും ശില്പങ്ങളാകട്ടെ അല്ലെങ്കിൽ ചെടികളാകട്ടെ ഒക്കെ കൊണ്ട് നിറച്ച ഒരു വീടാണ് ഇത്. ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളും പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടുമ്പോഴും അതിനെ ഒരു ചിരിയോടുകൂടി പൊതുസമൂഹത്തിനോട് തുറന്നു പറയുന്ന ആ ഒരു സലീം കുമാർ, തൻ്റെ വേദനകൾ അതൊരു ഹാസ്യത്തിൻ്റെ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ആ സലീം കുമാറിനെ നമ്മൾ അഭ്രവാളിയിൽ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിടയിൽ കണ്ടിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായ മനുഷ്യനായി നമുക്കിടയിൽ ജീവിച്ച് ഈ മനുഷ്യൻ കടന്നു പോകുമ്പോഴും അയാൾ തൻ്റെ ജീവിതത്തിൽ പുലർത്തിയ നിലപാടുകളെ ചേർത്ത് പിടിക്കുകയാണ്. മതപരമായ യാതൊരു ചടങ്ങുകളും വേണ്ട എന്ന് കുടുംബത്തെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. വളരെ ലളിതമായി തനിക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ആ ഒരു അതുല്യ പ്രതിഭയ്ക്ക് പക്ഷേ നാട് അത്തരത്തിൽ ലളിതമായ ഒരു വിടവാങ്ങൽ എങ്ങനെ നൽകുമെന്ന ഒരു നിശ്ചയമില്ലായ്മയിലാണ് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മുതിർന്ന ഭരണാധികാരിയായുള്ള മുഖ്യമന്ത്രി തന്നെ ഇന്ന് പറവൂരെത്തി. പറവൂരിൽ നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി കൂടിയായ വി ഡി സതീശൻ ഇന്ന് എത്തി. രാവിലെ അദ്ദേഹത്തെ കണ്ട് തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ വിയോഗത്തിലുള്ള വേദനകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പരവൂർ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശനായാലും കോൺഗ്രസ് രാഷ്ട്രീയവുമായും ചേർന്ന് നിൽക്കുന്ന, അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടായിരുന്നു എപ്പോഴും സലീം കുമാർ എടുത്തിരുന്നത്.